നമ്മുടെ ICICI ബാങ്കിന്റെ ATM പിൻ നമ്പർ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ATM കൗണ്ടർ മുഖാന്തരം ചേഞ്ച് ചെയ്യാം എന്ന കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കിനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ICICI ബാങ്കിൻ്റെ ഒരു ATM കൗണ്ടറിൽ പോയതിന് ശേഷം നിങ്ങളുടെ ATM കാർഡ് മിഷനിലോട്ടൊന്ന് കൃത്യമായിട്ട് തന്നെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിൽ ഇത്തരത്തിൽ 2 ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. ഇതിൽ നമ്മൾ കണ്ടിന്യൂ വിത്ത് ട്രാൻസാക്ഷൻ എന്നുള്ള ഏരിയയിൽ ഒന്ന് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഇവിടെ നടത്തുന്ന ട്രാൻസാക്ഷൻ ആവശ്യമായിട്ടുള്ള ലാംഗ്വേജ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ഏരിയയിൽ എത്താനായിട്ട് കഴിയും. അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാണ്. അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ATM പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 4 അക്ക ATM പിൻ നമ്പർ നമ്മളിവിടെ കൃത്യമായിട്ടും തെറ്റൊന്നും ഇല്ലാണ്ട് തന്നെ എൻ്റർ ചെയ്തതിന് ശേഷം താഴെയുള്ള ആ കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ഒന്ന് കൃത്യമായിട്ട് തന്നെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ എനേബിൾ ആയിട്ട് വന്നത് കാണാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളിവിടെ നമ്മുടെ പിൻ നമ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിൽ ലാസ്റ്റിലായിട്ടുള്ള പിൻ ചേഞ്ച് എന്നുള്ള ഏരിയയിൽ ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ഇത്തരത്തിൽ പുതിയ പിൻ നമ്പർ എൻ്റർ ചെയ്യേണ്ട ഒരു പേജ് ഓപ്പൺ ആയിട്ട് വന്നത് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് സെക്യൂർഡായിട്ട് നിങ്ങളുടെ ഓർമ്മയിലിരിക്കുന്ന ഒരു 4 അക്ക പിൻ നമ്പർ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അതിനുശേഷം കൺഫർമേഷൻ്റെ ഭാഗമായിട്ട് ഒന്നുകൂടി നമ്മൾ ഈ സെയിം പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതും കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ യെസ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു മെസ്സേജ് വന്നതായിട്ട് കാണാം. നമ്മുടെ പിൻ നമ്പർ സക്സസ്ഫുൾ ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് എന്ന നിലയിൽ. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്ത് തീർക്കാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.